നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള അക്ഷര പദ വിശദീകരണ പരിപാടിയിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പദത്തിലേക്ക് ചുരുങ്ങാതെ ആ പദവുമായി ബന്ധപ്പെട്ട 3-4 പദങ്ങൾ നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഒറ്റ പദത്തിൽ നിന്ന് അടിസ്ഥാനമാക്കി ഉണ്ടാകുന്ന വേറെ 3 പദങ്ങളെ കൂടി നമ്മൾ ഈ ആദ്യം പറയാവുന്ന ആ പദത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ആളുകൾക്ക് ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ 4 പദങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. 4 പദങ്ങളുടെ അർത്ഥതല വിശദീകരണമാണ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തെ പദം എന്ന് പറയുന്നത് രാജ എന്നുള്ളതാണ്. രണ്ടാമത്തെ പദം രാജ്യം എന്നുള്ളത്. മൂന്നാമത്തെ പദം പ്രജ എന്നുള്ളതും. നാലാമത്തെ പദം മന്ത്രി എന്നുള്ളതുമാണ്. അങ്ങനെ 4 പദങ്ങൾ. അപ്പോൾ ആദ്യം നമ്മൾ അക്ഷരാർത്ഥത്തിൻ്റെ പല വിശദീകരണങ്ങളിലും ഇതുപോലെ പദവിശദീകരണങ്ങളിൽ പലപ്പോഴായിട്ട് നമ്മൾ രാജ എന്ന് പറയുന്നതിൻ്റെ വിശദീകരണം പല പ്രത്യേകമായിട്ടല്ലാതെ തന്നെ പല വിശദീകരണങ്ങളും നമ്മൾ രാജനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വെക്കണം. രാജ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, രാത്രി, ശിവൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അറിവിൻ്റെ തലം. അപ്പോൾ അറിവിൻ്റെ തലമായ രാത്രിയിൽ നിന്ന് തംസോമാം തമസിൽ നിന്ന് ജനിക്കുന്നവൻ, രാത്രിയിൽ നിന്ന് ജനിക്കുന്നവൻ, ജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്നവൻ, രാത്രി, ജനിക്കുന്നവൻ, ജ്ഞാനം, അറിവ്, ജനിക്കുന്നവൻ, രാജ. അപ്പോൾ അറിവിൽ നിന്ന് ജനിക്കുന്നവനാണ് രാജ. വിഡ്ഢിയല്ല. വിഡ്ഢി ഒരിക്കലും രാജയാകുന്നില്ല. അപ്പോൾ രാജ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന മാനദണ്ഡം എന്ന് പറയുന്നത് അറിവുള്ളവനാകണം എന്നുള്ളതാണ്. അറിവുള്ളവൻ മാത്രമേ രാജ ആകുന്നുള്ളൂ. ഭാരതത്തിൽ ഏത് മണ്ടനും ഏത് വിഡ്ഢിക്കും കയറിയിരിക്കാവുന്ന ഒരു സ്ഥാനമല്ല രാജ എന്നുള്ളത്. കാരണം രാജ എന്നുള്ളത് ക്ഷത്രിയരാണ്. ഈ ക്ഷത്രിയരാണ് രാജ എന്ന് പറയുന്ന ബഹുഭൂരിഭാഗവും ആളുകൾ. ബഹുഭൂരിഭാഗം എന്ന് ഞാൻ പറയുന്നുണ്ട്, അതല്ലാത്തവരുണ്ട്. അവരുടെ രാജാക്കന്മാരുടെ അടിസ്ഥാന തത്വം തന്നെ സംരക്ഷണമാണ്. സംരക്ഷണം എന്ന് പറഞ്ഞാൽ കർമ്മ തടസ്സമില്ലാതെ കർമ്മം നടപ്പാക്കാൻ, ധർമാനുഷ്ഠാനമായ കർമ്മം നടപ്പാക്കാനുള്ള സംരക്ഷണം കൊടുക്കലാണ് രാജയുടെ കർത്തവ്യം, ധർമ്മം. അതായത് ആ രാജയുടെ കീഴിൽ വരുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും ധർമാനുഷ്ഠാനമായ കർമ്മം നടത്താൻ ഉള്ള സഹായം. അങ്ങനെ വല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കിക്കൊടുക്കല്, അവർക്ക് കർമ്മജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംരക്ഷണം കൊടുക്കുക, അതാണ് രാജധർമ്മം.
ഭാരതീയമായ ഏത് കഥ നിങ്ങൾ എടുത്തു നോക്കിക്കോ, അതിലെല്ലാം രാജ ചെയ്യുന്നത് ജനങ്ങളുടെ, പ്രജകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ കർമ്മനിരതരായി നിലനിർത്തി ധർമ്മത്തിൽ സ്ഥാപിതമാക്കി ജീവിതം സുരക്ഷിതമാക്കി സംരക്ഷിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് രാജധർമ്മം. അതുകൊണ്ടാണ് ധർമ്മം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമായി മാറുന്നത്. ഈ ധർമ്മത്തെ സംരക്ഷിക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ ധർമ്മരാജ എന്ന് പറയുന്നത് പലരെയും. ഇത് തന്നെയാണ് ധർമ്മരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മിഷ്ഠന് മാത്രമേ കർമ്മം ചെയ്യാൻ സാധ്യമാവുള്ളൂ. ഈ കർമ്മം ചെയ്യാൻ സാധ്യമാവുന്ന ആളെന്ന് പറഞ്ഞാൽ അറിവിൽ നിന്ന് അർത്ഥം ഉപയോഗിച്ചാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ അറിവ്, അർത്ഥം എന്നത് ജീവിതവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അറിവിനെ, ജ്ഞാനത്തിലെ അതിൽ നിന്ന് ഉത്പന്നമായിട്ടുള്ള രാജ എന്തു ചെയ്യുന്നു? ധർമാനുഷ്ഠാനമായ കർമ്മം നടത്താൻ എല്ലാവരെയും അവരുടെ ജീവിത തലങ്ങളിൽ, അർത്ഥതലങ്ങളിൽ സംരക്ഷിക്കുന്നു. ജീവിതത്തിന് ശത്രുക്കളായവർ, അർത്ഥത്തിന് ശത്രുക്കളായവരെ, അവരിൽ നിന്ന് പ്രജകളെ, കർമ്മം അനുഷ്ഠിക്കുന്നവരെ, പ്രജകളെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞു കർമ്മം അനുഷ്ഠിക്കുന്നവരെ, അവരെ സംരക്ഷിക്കും. കർമ്മം അനുഷ്ഠിക്കുന്നവരെന്ന് പറഞ്ഞാൽ പല മേഖലകളാണ്. ആധ്യാത്മിക കർമ്മം, ഭൗതികമായ കർമ്മം, ഏത് കർമ്മമാണെങ്കിലും ആ കർമ്മം എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ അനുഷ്ഠാനമാണ്. അതുകൊണ്ടാണ് ഋഷിവര്യന്മാർ അല്ലെങ്കിൽ മാമുനികൾ അല്ലെങ്കിൽ മുനിവര്യന്മാർ കർമ്മം നടത്തുമ്പോൾ അസുരന്മാർ വന്ന് കർമ്മ തടസ്സം ഉണ്ടാക്കും. നമ്മൾ കഥകളിൽ നമുക്കറിയാം. അസുരന്മാരുടെ അവരുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മവിഘ്നം നടത്തുക എന്നുള്ളതാണ്. കർമ്മത്തെ തടസ്സപ്പെടുത്തുക, ധർമ്മത്തെ തടസ്സപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുനിമാരൊക്കെ വന്നിട്ട് ഏതെങ്കിലും രാജാവിനോട് പറയും ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങളുടെ കർമ്മങ്ങൾ, യാഗം, ഇതൊന്നും ഞങ്ങൾക്ക് യജ്ഞം, അതൊന്നും നമുക്ക് യാഗം, യജ്ഞം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പോലെയുള്ള കാര്യങ്ങളല്ല. കർമ്മത്തിൻ്റെ വേറൊരു പേരാണ് യജ്ഞം, വേറൊരു പേരാണ് യാഗം. കർമ്മം തന്നെയാണത്. അപ്പോൾ അത് നടത്താൻ ഞങ്ങളെ അസുര ഗുണമുള്ള തെമ്മാടികൾ അനുവദിക്കുന്നില്ല, അസുരന്മാരെ അനുവദിക്കുന്നില്ല എന്നാണ് പറയണത്. കഥയിൽ പറയുമ്പോൾ അത് അസുരനും രാക്ഷസനൊക്കെ ആയി മാറുന്നു. അപ്പോൾ ഈ അസുരൻ വന്ന് തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ ഈ അസുരൻ തടസ്സപ്പെടുത്തുമ്പോൾ ആ അസുരനെ നിഗ്രഹിച്ചിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന രാമരാജ്യത്തിൻ്റെ പ്രത്യേകത വരുന്നത്. രാ എന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ വരുന്നു. രാ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നിന്ന് ജനിച്ചവൻ, മാ ഉമയാണ്. രാ എന്ന് പറഞ്ഞാൽ ശിവനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ശിവനിൽ നിന്ന് ശക്തി ഉത്ഭവിക്കുന്നു. മാ ഉമയാണ്. രാമനിൽ നിന്ന്, രാമനാമം എന്തുകൊണ്ടാണ് മോക്ഷദായകമെന്ന് പറയുന്നത്? രാമനാമത്തിൽ ശിവനും ശക്തിയും യോഗത്തിലിരിക്കുകയാണ്. അർദ്ധനാരീശ്വര സങ്കല്പത്തിന്റെ വേറെ രൂപമാണ് രാമനാമം എന്ന് പറയുന്നത്. രാ എന്ന് പറഞ്ഞാൽ ശിവനാണ്. രാത്രി, ജ്ഞാനം, ധർമ്മം ശിവനാണ്. അതിൽ നിന്ന് ഉൽപ്പന്നമാകുന്നത് മാ, രാമ. അപ്പൊ രാമരാജ്യം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ സൂര്യവംശി രാജാവാണ് രാമൻ, നമുക്കറിയാം. സൂര്യൻ കർമ്മസാക്ഷിയാണ്, അത് നമുക്കറിയേണ്ടതാണ്. അപ്പൊ കർമ്മസാക്ഷിയായ സൂര്യന്റെ വംശത്തിലുള്ള രാമ എന്ന് പറയുമ്പോൾ കർമ്മം ചെയ്യാൻ വേണ്ടി ധർമ്മം രൂപം സ്വീകരിച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള വിവരം നമ്മുടെ മലയാളികൾക്ക് കേരളയിലായപ്പോൾ മാറിയപ്പോൾ നഷ്ടപ്പെട്ടു. അർത്ഥം നഷ്ടപ്പെട്ടു.
ഈ അർത്ഥമാണ് നമ്മൾ അക്ഷരാർത്ഥത്തിലൂടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ രാമരാജ്യത്തിൽ എന്താണ്? കർമ്മതടസ്സം ഉണ്ടെങ്കിൽ ആ കർമ്മതടസ്സം മൊത്തം നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രാജ ഉണ്ടായി. രാജ ഉണ്ടായപ്പോൾ ആ രാജ ഭരിക്കുന്ന ഇടങ്ങളിലെല്ലാം ക്രമം വന്നു, കർമ്മക്രമം വന്നു, അക്രമങ്ങളില്ലാതായി, ആസുരമായ അക്രമങ്ങൾ ഇല്ലാതാക്കപ്പെട്ടു, തുടച്ചു നീക്കപ്പെട്ടു. എല്ലാവർക്കും അവരുടെ കർമ്മം ചെയ്യാവുന്ന അവസ്ഥ വന്നു. ഇതാണ് തത്വം. അവർ ധർമാനുഷ്ഠാനമായ കർമ്മം അനുഷ്ഠിക്കാനുള്ള ഒരു ക്ഷേത്രമായി മാറി രാജ്യം. രാജാവിൻ്റെ സ്ഥലത്തെയാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രാമക്ഷേത്രം കർമ്മഭൂമിയായി മാറിയത്. രാമക്ഷേത്രം എന്ന് പറയുന്നത് കർമ്മഭൂമിയാകുന്നത് രാമൻ ഭരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ രാജയുടെ അർത്ഥം മനസ്സിലായി. ആദ്യത്തെ പദം. ഈ രാജ ഭരിക്കുന്ന ഇടത്തിൻ്റെ പേരാണ് രാജ്യം. രാജ കഴിഞ്ഞ് ഇയം എന്നുള്ള ശബ്ദമാണ് അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. രാജ ഭരിക്കുന്ന സ്ഥലം മാത്രമാണ് രാജ്യം. രാജ്യം എന്ന് പറഞ്ഞാൽ അവിടെ രാജ, അറിവിൽ നിന്ന്, രാത്രിയിൽ നിന്ന് ജനിച്ചവൻ, ജ്ഞാനത്തിൽ നിന്ന് ജനിച്ചവൻ ഉണ്ടായിരിക്കണം. കർമ്മസംരക്ഷകനായി രാജ ഉള്ള ഇടമാണ്, ക്ഷേത്രമാണ് രാജ്യം. അപ്പം രാജ്യത്തിൻ്റെ വിശദീകരണമായി രാജാവില്ലെങ്കിൽ രാജ്യമില്ല. പിന്നെ വരുന്നതാണ് പ്രജ. രാജാവുള്ള രാജ്യത്ത് കർമ്മം ചെയ്യാനുള്ള അർത്ഥത്താൽ പ്രകാശവാന്മാരായി, അറിവിൻ്റെ ജ്ഞാനത്താൽ പ്രകാശവാന്മാരായി ജീവിക്കുന്ന പുരുഷന്മാരാണ് പ്രകാശിക്കുന്ന. പ്രകാശത്തിൽ നിന്ന് ജനിച്ചവൻ, അർത്ഥത്തിൽ നിന്ന് ജനിച്ചവൻ പ്രജ. അപ്പോൾ രാജാവുള്ള രാജ്യത്ത് കർമ്മധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവരാണ് പ്രജ. നമ്മൾ കേട്ടിട്ടുള്ളൊരു വാചകമുണ്ട്, യഥാ രാജ തഥാ പ്രജ. രാജയുള്ളിടത്ത് പ്രജയുണ്ടാവും, രാജയുള്ളിടത്ത് രാജ്യമുണ്ടാകും, രാജയുള്ള രാജ്യത്ത് പ്രജയുണ്ടാകും. അപ്പം 3 പദങ്ങളായി. 4ാമത്തെ പദമാണ് മന്ത്രി. മന്ത്രി, മന്ത്രം എന്നുള്ള വാക്കുമായി നമ്മൾ മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ഉമയാണ്, ശക്തി. നമ്മൾ നേരത്തെ പറഞ്ഞത് രാമയിലെ ഉമയാണെന്ന് നമ്മൾ വിശദീകരിച്ചു. ശക്തിയാണ്, ദേവി ശ്രീ പാർവതിയാണ്. അപ്പോൾ മന്ത്രി എന്ന് പറഞ്ഞാൽ രാജ എന്ന് പറയുന്ന രാത്രിയിൽ നിന്ന്, ജ്ഞാനത്തിൽ നിന്ന് ജനിച്ചവനെ ചെവിയിൽ ശക്തിയാകുന്ന രഹസ്യം, നിന്റെ ജ്ഞാനം നീ ഈ തരത്തിൽ ഉപയോഗിക്കുക, ഈ തരത്തിൽ ഉപയോഗിക്കുക, ഇങ്ങനെ ചെയ്യ, അങ്ങനെ ചെയ്യ എന്ന് രാജാവിൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നവനാണ് മന്ത്രി. മന്ത്രിക്കുന്നവൻ മന്ത്രി. ശക്തി രഹസ്യം മന്ത്രിക്കുന്നവൻ ആരോ അവൻ മന്ത്രി. അപ്പോൾ ആരോടാ മന്ത്രിക്കണത്? രാജാവിനോടാ മന്ത്രിക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ മന്ത്രിയും രാജാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. രാജാവില്ലെങ്കിൽ മന്ത്രിയില്ല. അപ്പോൾ ഈ മന്ത്രി ഉപദേശിക്കുന്ന കാര്യം, രാത്രിയിൽ ജ്ഞാനത്തിൽ ജനിച്ചവൻ എന്ത് ചെയ്യുന്നു? അവൻ മനനം ചെയ്തതിന് ശേഷം
അവൻ എന്ത് ചെയ്യുന്നു? അത് ശരിയാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവനത് നടപ്പാക്കും. അത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവനത് തട്ടിക്കളയും. അവനത് വിശകലനം ചെയ്യാനുള്ള അറിവുണ്ട്, ജ്ഞാനമുണ്ട്. അതുകൊണ്ടാണ് മന്ത്രി ഉപദേശിച്ചാൽ അയാളത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ 4 പദങ്ങളാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് അക്ഷരാർത്ഥത്തിൽ. ഒന്ന് രാജ, രണ്ടാമത്തത് രാജാവുള്ള ഇടം, രാജ്യം. മൂന്നാമത്തത് രാജാവുള്ള രാജ്യത്തിലെ പ്രജ. നാലാമത്തത് രാജാവുള്ള രാജ്യത്തിലെ പ്രജയായ മന്ത്രി. ഈ 4 പദങ്ങളും നമ്മൾ ഓർമ്മിച്ച് വയ്ക്കാം. രാജാവ് ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് അരാജകത്വം. ഇതും കൂടി ഓർമ്മിച്ച് വയ്ക്കാം. ആ രാജകത്വം എന്ന് പറഞ്ഞാൽ അല്ലാത്തത്, രാജാവ് ഇല്ലാത്തത്. രാജകത്വമല്ല, അരാജകത്വം എന്ന് പറഞ്ഞാൽ അവിടെ രാജ, അറിവിൽ നിന്ന് ജനിച്ചവനില്ല. ആ അവസ്ഥയെ പറയുന്ന പേരാണ് അരാജകത്വം. അരാജകത്വം നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു പദമാണ്. അതങ്ങനെ പറയുകയാണെങ്കിൽ ഇത് 5ാമത്തെ പദമാണ്, അരാജകത്വം എന്ന് പറയുന്നത്. രാജാവില്ലാത്ത അവസ്ഥ തന്നെയാണ് ആ രാജകത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടൊപ്പം 6ാമത്തെ പദം കൂടി വരും. അതിൻ്റെ പേരാണ് അരാജകത്വത്തിൻ്റെ ഒപ്പം വരുന്ന അക്രമം. ക്രമമല്ലാത്തത് അക്രമം. അക്രമവും അരാജകത്വവും ഒന്നുപോലെ പ്രവർത്തിക്കുന്നതാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. അരാജകത്വം എന്ന് പറഞ്ഞാൽ അവിടെ അക്രമമുണ്ട്, അക്രമമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അരാജകത്വമുണ്ട്. രാജാവില്ലാത്ത അവസ്ഥയെയാണ് അരാജകത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യമുണ്ടാവണമെങ്കിൽ അവിടെ രാജാവ് വേണം. രാജാവില്ലെങ്കിൽ അത് അരാജകത്വത്തിലാണ് ആ ഇടമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അരാജകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാജാവില്ല. എന്തിനാണ് രാജാവ് ഉണ്ടാവുന്നത്? രാജാവ് കർമ്മ തടസ്സങ്ങൾ നീക്കിക്കൊടുത്ത് പ്രജകളെ സംരക്ഷിക്കുന്നവനാണ് രാജാവ്. ക്ഷത്രിയനായിരിക്കും ബഹുഭൂരിഭാഗവും. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ക്ഷേത്ര സംരക്ഷകൻ എന്നാണ്. ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭൂമിയെ, അത് വയലേലകളാവാം, ക്ഷേത്രങ്ങളാവാം, ആധ്യാത്മിക ക്ഷേത്രങ്ങളാകാം, രാജ്യങ്ങളാവാം, ദേശങ്ങളാവാം, ഭാഷയാവാം, കലകളാവാം. ഇതൊക്കെ ക്ഷേത്രങ്ങളാണ്. കലാക്ഷേത്രം, കലയുടെ ഓരോ കലയും ഓരോ ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നവനാണ് രാജാവ്. ആ രാജാവ് സംരക്ഷിക്കാനില്ലെങ്കിൽ അവിടെ അരാജകത്വം ഉണ്ടാവുകയും കർമ്മം ചെയ്യുന്നതിൽ തടസ്സങ്ങൾ ഒന്നിനെ പിറകെ ഒന്നായി വരികയും ആസുരമായവ തഴച്ചു വളരുകയും ചെയ്യും. അവിടെ അക്രമം എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ അരാജകത്വമാണ്, ഈ അക്രമമാണ്, ക്രമമില്ലായ്മ, ആസുരമായവയുടെ അഴിഞ്ഞാട്ടമാണ്, ശൂദ്രന്മാരുടെ പുലയാട്ടാണ്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ നമ്മൾ ഇന്ത്യ, അർത്ഥമില്ലാത്ത ഇന്ത്യ ആക്കപ്പെട്ടിട്ടുള്ള ഭാരതഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1950 രാജാക്കന്മാർ അപ്രത്യക്ഷരായി. അവരെ അപ്രത്യക്ഷരാക്കി, അവരെ കാണാതെയാക്കി, അവരെ എടുത്തു മാറ്റി, സംരക്ഷണം ഇല്ലാതെയാക്കി, എല്ലാവരെയും ചൂഷണം ചെയ്യുന്ന ഒരു തെമ്മാടിത്ത അരാജകത്വത്തിലേക്ക് ഭാരതത്തെ ആരൊക്കെയോ തള്ളിയിട്ടു. ഭാരതീയരെ ആ ചതിക്കുഴിയിലേക്ക് വീണു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇംഗ്ലീഷ് ക്രിസ്ത്യൻ 1950 തുടങ്ങിയ അരാജകത്വം, അക്രമം, ആസുരമായവയുടെ തഴച്ചു വളരൽ, അനർത്ഥത്തിൻ്റെ, അക്രമത്തിൻ്റെ, അർത്ഥമില്ലാത്തവയുടെ, പുലയാട്ടുകളുടെ, ശൂദ്രത്വത്തിൻ്റെ അഴിഞ്ഞാട്ടം നമ്മൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.
സ്വാതന്ത്ര്യത്തെ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തെമ്മാടിത്തങ്ങളുടെയും അഴിഞ്ഞാട്ടം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതഭൂമിയിൽ ഇവിടെ സംരക്ഷണമില്ല. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ ഇവിടെ ഭാരതത്തിൽ സംരക്ഷണമില്ല. കാരണം ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 എടുത്തു മാറ്റപ്പെട്ട, യുഗങ്ങളായി ഇവിടെ നിലനിന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറയുന്നത് ആ വസ്തുവാണ് രാജതത്വം. അത് എടുത്തു മാറ്റപ്പെട്ടു. ഭാരതഭൂമിയിൽ നിന്ന് യുഗങ്ങളായി ഭാരതത്തെയും ഭാരതീയരെയും ഭാരതീയ പ്രകൃതിയെയും സംരക്ഷിച്ചു കൊണ്ടിരുന്ന രാജാക്കന്മാർ എടുത്തു നീക്കപ്പെട്ടു. അർത്ഥതലങ്ങളിൽ നിങ്ങൾക്ക് ഈ അക്ഷരാർത്ഥത്തിൻ്റെ ഈ പ്രക്ഷേപണം ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. 6 പദങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയത്. ഇതിൽ നിന്ന് 6 രാമയ്ക്ക് വരുമ്പോൾ അതിലും കൂടുതലായി. ഇതൊക്കെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ പദത്തിലും ഒളിഞ്ഞിരിക്കുന്ന അർത്ഥതലം കൃത്യമായത് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം സുരക്ഷിതമാക്കാൻ, ജീവിതം ഭാസുരമാക്കാൻ, പ്രകാശപൂരിതമാക്കാൻ, അർത്ഥതലത്തിൽ പ്രകാശിക്കാൻ സ്വയം ശ്രമിക്കുക. ബാക്കിയുള്ളവരെ അതിനായി സഹായിക്കുകയും ചെയ്യുക. അതിനായിട്ടാണ് അക്ഷരാർത്ഥം നിങ്ങൾക്ക് പദവിശദീകരണം തന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം വളരെയധികം ശ്രദ്ധയോടുകൂടി അക്ഷരാർത്ഥത്തിൻ്റെ ഈ അതീവ പ്രസക്തമായ സംപ്രേഷണം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.